by sharing the I hope you can see my slide. Yes, sir. Slide visible. Okay. So, as Kirti introduced, എനിക്കൊരു 3 decade, I mean almost 33 years of experience in corporate life ഉണ്ട്. അതിൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ നിങ്ങളോട് എനിക്ക് അറിയാവുന്നതും പരിചയമുള്ളതും ഞാനിപ്പോൾ ഇന്ററാക്ട് ചെയ്യുന്ന യങ് ജനറേഷനുമായിട്ടുള്ള എക്സ്പീരിയൻസുകളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഗെയിൻ ഫ്രം വാട്ട് ഐ ഹാവ് ടു ഷെയർ അബൌട്ട്. ഓർഗനൈസേഷൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് മെയിൻലി സ്റ്റുഡൻസ് ഫ്രഷേഴ്സ് ആയിട്ട് വരുമ്പോൾ ചില കാര്യങ്ങൾ എന്താണ്, വാട്ട് ആർ ദ കമ്പനീസ് എക്സ്പെക്ടിങ് ഫ്രം മാനേജ്മെന്റ് സ്റ്റുഡൻസ് ലൈക്ക് യു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വകയാണ്, ഞാൻ ചെറിയ തോതിൽ ഇട്ടിട്ടുണ്ട്. വൺ ഇസ് ടു തിങ്ക് ക്രിട്ടിക്കലി. തിങ്ക് ക്രിട്ടിക്കലി എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാമത് നിങ്ങൾ ഫ്രഷ് മൈൻഡ്സ് ആണ്. അപ്പോൾ ഫ്രഷ് മൈൻഡ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനും കോംപ്ലക്സ് പ്രോബ്ലംസിനെ റിസോൾവ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ബിൽഡപ്പ് ചെയ്തിട്ടുള്ള ഒരു കഴിവുള്ളതായിട്ട് പലപ്പോഴും യങ്സ്റ്റേഴ്സിൽ കാണാറുണ്ട്. അപ്പൊ അത് വൺ ഓഫ് ദ കീ എക്സ്പെക്ടേഷൻസ് ആണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാല് ഏത് രീതിയിലുള്ള ജോലിയിലും സീംലെസ് ആയിട്ട്, അതായത് ഒരു തടസ്സമില്ലാതെ ടീമിന്റെ കൂടെയോ സ്വന്തം കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരു യൂത്തിനെയാണ് ഓർഗനൈസേഷൻസ് താല്പര്യപ്പെടുന്നത്. എന്നാൽ തന്നെയും പലതരത്തിലുള്ള എന്താ പറയുന്നത് കഴിവുകളെ പ്രേരിപ്പിക്കാൻ താല്പര്യമുള്ള ഓർഗനൈസേഷൻസ് ആണ് ഇന്നുള്ളത് തന്നെയാണ്. അവനവന് താല്പര്യമുള്ള കഴിവുകൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓർഗനൈസേഷൻസ് ഇന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നത് നാവിഗേറ്റ് ത്രൂ അൺസർട്ടനിറ്റി. അതായത് എല്ലാ ഓർഗനൈസേഷൻസിലും അൺസർട്ടനിറ്റി ഉണ്ടാവും. കാരണം ഒന്നും ഒരു സെറ്റ് റൂൾസ് വഴി അല്ലെങ്കിൽ സ്ട്രെയിറ്റ് രീതിയിൽ ഒരിക്കലും പോകുന്നതല്ല. പ്രത്യേകിച്ചും ആൾക്കാരെ ഡീൽ ചെയ്യുന്നതും മാൻ പവറിനെ ഡീൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ബിസിനസിനെ ഡീൽ ചെയ്യുന്നതോ കാര്യങ്ങളോ എല്ലാം there could be several challenges. അതിനെ തരണം ചെയ്തു പോകാനായിട്ടുള്ള ഒരു മനസ്ഥിതി, അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുള്ള ആൾക്കാർക്ക് സ്ട്രോങ് ആവാനായിട്ടുള്ളൊരു മനസ്സിൽ സ്ട്രോങ് ആവാനും ദൃഢനിശ്ചിതയോട് മുമ്പോട്ട് നീങ്ങാനായിട്ടുള്ള കഴിവുള്ള യൂത്ത് കഴിവുള്ള ചെറുപ്പക്കാരെയാണ് അല്ലെങ്കിൽ യങ് ജനറേഷനെയാണ് ഓർഗനൈസേഷൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഇതിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് വെച്ചാൽ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോഴത്തേക്കും റിയാലിറ്റി വ്യത്യാസം ഉണ്ടാകും. നമ്മൾ പഠിച്ചതും നമ്മൾ കാണുന്നതും തമ്മിലുള്ള റിയാലിറ്റി വ്യത്യാസം ഉണ്ടാകും. നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല നമ്മൾ ചെന്ന് കയറുന്ന ഓർഗനൈസേഷൻ ഉണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ അതിനെ എങ്ങനെ സാഹചര്യത്തിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, എങ്ങനെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അതിന്റെ കൂടെ ഇടപഴകി ജീവിക്കാൻ, മീൻ ടു ഗോ അലോങ് വിത്ത് ദ ട്രെൻഡ് ഇൻ ദി ഓർഗനൈസേഷൻ. അതുകൂടാതെ കമ്മിറ്റ്മെന്റ്, അവനവന് കഴിവുള്ളതെല്ലാം ഈക്വലി അവിടെ കൊണ്ടുവരുവാനും ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു സാധ്യതകൾ കണ്ടുപിടിക്കാനായിട്ടുള്ള കഴിവും നമുക്ക് വേണം. അതാണ് ഓർഗനൈസേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ സ്വന്തം കഴിവ്, നമുക്ക് എന്തെല്ലാം അറിവുകളുണ്ട്, നമ്മുടെ എക്സ്പെർട്ടീസ് എന്തൊക്കെയാണ്, ഈ നമ്മൾ പഠിച്ചു വന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെല്ലാം രീതിയിലാണ് നമുക്ക് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുക. അതേപോലെ തന്നെ ഉണ്ടാവണം എന്നില്ല, അതേപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കലി ആപ്ലിക്കേഷൻ ചെയ്യണം എന്നില്ല. പക്ഷെ പ്രോബബ്ലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഇന്റേൺഷിപ്സ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാകും. ആ ഇന്റേൺഷിപ്സിനെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് രീതിയിൽ നമുക്ക് നമ്മുടെ എക്സ്പെർട്ടീസ് കൊണ്ടുവരാൻ സാധിക്കുന്ന കഴിവുകൾ, നമുക്ക് നെസസറി നോളജസ് നമുക്ക് നമ്മുടെ എക്സ്പെർട്ടീസ് കൊണ്ടുവരാൻ കഴിയാൻ സാധിക്കണം.
പ്രത്യേകിച്ചും ഓർഗനൈസേഷനിലെല്ലാം കാണുന്നത് ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ ഉപയോഗം എന്ന് പറയുന്നത് ഡേറ്റ കുറെ മാനേജ് ചെയ്യുന്ന ഓർഗനൈസേഷനുകളാണ്. അതിൽ ഇന്നേ വരെ പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തൊരു സാധനമാണ് എക്സൽ. എക്സലിന്റെ വളരെയധികം ഉപയോഗം വരുന്നുണ്ട് എല്ലാ ഓർഗനൈസേഷനും. PPTയും വേർഡും ബാക്കിയുള്ളതെല്ലാം നമ്മൾ മെയിലെല്ലാം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഔട്ട്ലുക്ക്, മൈക്രോസോഫ്റ്റ് ഓഫീസ്, MS ടീംസ്, അങ്ങനെ പല രീതിയിലുള്ള കോർപ്പറേറ്റുകളിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്നതാണ് ഈ വക സോഫ്റ്റ്വെയർസ് എല്ലാം. അതിൽ നമ്മൾ ഒരു അറിവ് അല്ലെങ്കിൽ നല്ലൊരു കഴിവുണ്ടാവുന്നത് ഏറ്റവും നല്ലതായിരിക്കും. എസ്പെഷ്യലി ഈ പറയുന്ന പോലെ എക്സൽ ഫോർമാറ്റിൽ ഇന്നും പല ഓർഗനൈസേഷനുകളിലും എക്സ്പെർട്ടീസ് ഇല്ല. ഇതിൽ എല്ലാത്തിനും അറിയാവുന്ന എല്ലാ ടൂൾസും അറിയാവുന്നവരില്ല. പക്ഷെ അത് അറിയുന്നവരുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോസ്റ്റ് വെൽക്കം ഫോർ എൻ ഓർഗനൈസേഷൻ. കാരണം അവിടെ കൂടുതലും എക്സലിന്റെ യൂസേജ് വരുന്നുണ്ട്. എല്ലാ പ്രസന്റേഷനിലും, എല്ലാ മീറ്റിങ്ങുകളിലും, എല്ലാ കാൽക്കുലേഷനുകളിലും എല്ലാം എക്സലിന്റെ യൂസേജ് വളരെയധികം വരുന്നുണ്ട്. അതുകൂടാതെ ഇത് കൂടാതെ വരുന്ന റിക്വയർമെന്റ്സ് നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ എക്സ്പെക്ട് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവ്, നമ്മുടെ ഓൺ എന്താ പറയണ്ടേ സ്പിരിറ്റിലൂടെ നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഉള്ള ഒരു കഴിവ്, അതാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക. സ്വന്തമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക. അല്ലാതെ മറ്റുള്ളവർ ചോദിച്ച് വന്ന് അതിനെ കണ്ടുപിടിച്ച് നമ്മുടെ കഴിവെന്താന്ന് മനസ്സിലാക്കി നമ്മളോട് ചോദിച്ചാൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന രീതിയിലല്ല. പ്രോആക്റ്റീവായിട്ട് എന്തെങ്കിലും നമ്മൾ കാണുകയാണ് നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു, ഇഫ് വി ഫീൽ ദാറ്റ് ദർ ഇസ് എൻ എബിലിറ്റി ദാറ്റ് യു ഹാവ്, അത് മുൻകൈ എടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഒരു എക്സ്പെക്ടേഷൻ. അത് പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിൽ നിന്നും അത് വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് ഓർഗനൈസേഷൻസ്. ഈ അടുത്ത് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒരു ടൈം കീപ്പിംഗ് മാത്രമല്ല. അതായത് സമയത്തിന് ജോലിക്ക് വരിക, സമയത്തിന് ജോലി കഴിഞ്ഞ് പോവുക എന്ന് മാത്രമല്ല, റിലയബിലിറ്റി. അതായത് ഒരു ജോലി ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്തു തീർക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് വരുത്തുക. കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു ഓർഗനൈസേഷൻ ചെല്ലുമ്പോൾ നമ്മളെ അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ ആൾക്കാർക്ക്. പക്ഷെ തരുന്ന ജോലിയിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക, നമ്മളുടെ അറിവ് നമ്മൾക്ക് അതിനകത്ത് പകർത്താൻ കഴിയുക, പഠിക്കാനായിട്ടുള്ള തരുന്ന ജോലി നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മൾ പ്രകടിപ്പിക്കുക. പങ്ക്ച്വാലിറ്റി, നമ്മൾ പറയുന്ന സമയം നമുക്ക് തോന്നണം ഒരു പെർട്ടിക്കുലർ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ഇത്ര പീരിയഡിനുള്ളിൽ തീർക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷൻ എടുത്ത് നമ്മൾ അതിനെ ചെയ്തു തീർക്കുക. ഒബിയസ്ലി ഓഫീസിൽ വരിക, സമയത്തിന് വരിക, ജോയിൻ ചെയ്യുക, സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് നിശ്ചിത സമയങ്ങളിൽ ചെയ്യുക, ഇതെല്ലാം ആവശ്യമാണ്. ഇതുകൂടാതെ ഒരു സ്ട്രിക്റ്റ്, ഞാൻ പറയുന്നത് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് പോലത്തെ ഒരു ടൈം ടേബിൾ അല്ല, പക്ഷെ ഒരു ടൈം മാനേജ്മെന്റ് എബിലിറ്റി പലപ്പോഴും ഓർഗനൈസേഷൻസ് എക്സ്പെക്ട് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ പലപ്പോഴും പ്രോസസ്സുകളാണ് അല്ലെങ്കിൽ സിസ്റ്റംസിനെ ലേ ചെയ്യുന്നതാണ് ഓർഗനൈസേഷന്റെ ഏറ്റവും വലിയ നീഡ് എന്ന് പറയുന്നത്. അത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പ്രോസസ്സിലൂടെ കടന്നു പോകാൻ സാധിക്കണം. അപ്പോൾ ആ പ്രോസസ്സ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ചെയ്യാനായിട്ടുള്ള അറിവും കഴിവും നമുക്ക് ഉണ്ടാകണം. അത് മാത്രമല്ല, ഇല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ ചെയ്യാനായിട്ട് സാധിക്കണം. എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാ ഓർഗനൈസേഷനും പ്രതീക്ഷിക്കുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് നീഡ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇസ് ടു ബി എത്തിക്കൽ. അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കുക, ഷോർട്ട് കട്ട്സ് ഒഴിവാക്കുക. പക്ഷെ എന്ന് പറയുന്നത് നമ്മൾ സ്മാർട്ട് ആവരുത് എന്നല്ല, പക്ഷെ സ്മാർട്ടിൽ ഒരിക്കലും ഷോർട്ട് കട്ട്സ് അല്ല നോക്കുന്നത്. സ്മാർട്ട്നെസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഓൺ കഴിവിനെ എത്രയും നല്ല രീതിയിൽ, നമുക്കിപ്പോൾ പറയുന്ന ഒരു 4 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിനെ നമുക്ക് 2 ദിവസം കൊണ്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോലിയുടെ കാര്യത്തിൽ നമുക്ക് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എക്സ്പെക്ടഡ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, ആ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതാണ് നോക്കുന്നത്. ഇതുകൂടാതെ നമ്മുടെ ഓർഗനൈസേഷനിൽ മാത്രമല്ല, അതായത് പുറത്തും മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് ഔട്ട്സൈഡ്, അടുത്തുള്ള ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണ്, എന്തെല്ലാം സെക്ടേഴ്സിലാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവുള്ളത്, എവിടെ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ ശേഖരിക്കാൻ സാധിക്കും, നമ്മളുടെ സീനിയേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ മറ്റു കോളേജുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കോളേജുകളിൽ പഠിച്ചിരുന്നവർ മറ്റു കമ്പനികളിൽ ജോലി ചെയ്ത ശേഷം അവരുമായിട്ടുള്ള കണക്ഷനിൽ അവരുടെ കമ്പനി എന്താണ്, എങ്ങനെയാണ്
എന്തെല്ലാം കാര്യങ്ങളാണ്. അതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടംമാതിരി ഇൻഫർമേഷൻസ് ഉണ്ട്. പക്ഷെ ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ നമ്മൾ സ്വീകരിക്കുക. കറണ്ട് അഫയേഴ്സ്, ഇന്നത്തെ പോളിസീസ് എന്തൊക്കെയാണ്, ടാക്സേഷൻ എന്താണ്, എന്താണ് അമേരിക്കയുടെ സ്റ്റാൻഡിന് നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണ്, ഒരു കൂടുതലായിട്ടൊരു വിചാരണത്തിനെക്കാട്ടിലും കൂടുതൽ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാഹ്യം ഉണ്ടാവുക. ബിസിനസിന്റെ ഇഷ്യൂസ്, അതായത് എന്താണ് പ്രോഫിറ്റബിലിറ്റി, എന്താണ് മാർക്കറ്റ് സിനാരിയോ, എന്താണ് മാൻ പവർ മാനേജ്മെന്റ്, എന്താണ് മാർക്കറ്റിംഗ്. ഇപ്പൊ ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ പോലും എന്താണ് മാർക്കറ്റിംഗ് എന്ന് മനസ്സിലാക്കാൻ, HR അല്ലെങ്കിൽ പോലും എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു എന്താ പറയുന്നതിന്റെ ഒരു തീക്ഷ്ണത, ഒരു ഇൻട്രസ്റ്റ്, അത് വളരെയധികം താല്പര്യമാണ്. കാരണം നമ്മൾ ചെന്ന് കയറുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ജോലിയിലാണ് നമുക്ക് താല്പര്യം വരിക. നമ്മൾ പർട്ടിക്കുലർ ഫീൽഡ് എടുത്തിട്ടുണ്ടാവും, പക്ഷെ ആസ് ആൻഡ് വെൻ യു ഗ്രോ ഇൻ ദി ഓർഗനൈസേഷൻ നമ്മൾക്ക് പല ഫീൽഡുകളും ചൂസ് ചെയ്യാൻ സാധിക്കും. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. ആ റെസ്ട്രിക്ഷൻ വെക്കരുത് നമ്മൾ തന്നെ, അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. സോ അത് ഇതുകൊണ്ടാണ് നമ്മുടെ പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് എത്രത്തോളം മാക്സിമം ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുന്നു, അത് വിൽ ആഡ് വാല്യൂ ടു യു. നെറ്റ്വർക്കിംഗ് ആൻഡ് പ്രൊഫഷണലിസം. നെറ്റ്വർക്കിംഗ്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഓൺ നെറ്റ്വർക്കിനെ ഡെവലപ്പ് ചെയ്യുക. അതുകൂടാതെ മറ്റുള്ള ഓർഗനൈസേഷൻസും അതേപോലെ നമ്മുടെ ഇന്റേണൽ ഓർഗനൈസേഷൻസിൽ മറ്റുള്ള ഫംഗ്ഷനുകളും ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള ഒരു പരിചയം വരുത്തുക. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ലിങ്ക്ഡിനിലോ മറ്റല്ലെങ്കിൽ ഇൻസ്റ്റയിലോ പോയിട്ട് കണക്ട് ആവുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കണക്ട് ആവുക എന്നുള്ളതല്ല, പക്ഷെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക എന്നാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഗുണം എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് മറ്റുള്ള ഇൻഡസ്ട്രീസിനെ കുറിച്ച് അറിയാനും സാധിക്കും, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. ഇന്നത്തെ പല ആൾക്കാരെയും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളുടെ ജോലിപരമായിട്ടുള്ള സംബന്ധമല്ല, പക്ഷെ എന്തെങ്കിലും ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം ജോലിക്ക് ചേർന്ന സമയത്ത് ഞാൻ സെയിൽസിലാണ് ജോയിൻ ചെയ്തത്. പക്ഷെ എനിക്ക് പ്രൊഡക്ഷൻ അറിയില്ല, എനിക്ക് മാനുഫാക്ചറിങ് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുക, അതിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുക, അതാണ് നെറ്റ്വർക്കിംഗ്. കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതേപോലെ എന്തെല്ലാം ആണ് സംഭവിക്കുന്നത്, പ്രൊഡക്ഷനിൽ എന്ത് സംഭവിക്കുന്നു, എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ പ്രൈസിങ് ഡിസൈഡ് ചെയ്യുന്നത്, അതെല്ലാമാണ് നെറ്റ്വർക്കിംഗിൽ വരുന്നത്. പ്രൊഫഷണലിസം എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്രോച്ച് ഇസ് ബേസിക്കലി ഒരു ഗീവ് ആൻഡ് ടേക്ക് അപ്രോച്ച് ആയിരിക്കണം. അല്ലാതെ നമ്മൾ എന്താ പറയണ്ടേ, ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പേഴ്സണൽ അപ്രോച്ച് രീതിയിലല്ല നമ്മൾ അതിനെ കാണേണ്ടത്. അതാണ് ഓർഗനൈസേഷൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിന്റെ അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത്, എന്താണ് ഓർഗനൈസേഷൻസിൽ ഉണ്ടാകുന്ന കോർ മാനേജ്മെന്റ് റോൾസ്. ആദ്യം കാണുന്ന മൂന്നെണ്ണം വളരെ ജനറിക് ആണ്. ജനറൽ മാനേജ്മെന്റ്, അതായത് ബേസിക്കലി എന്ന് പറയുന്നത് ഒരു ഓവറോൾ മാനേജ്മെന്റ് ഒരു ആസ്പെക്ട് ഉണ്ട്. അതായത് എല്ലാ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. സോറി ടു ഇന്ററപ്റ്റ്, സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നില്ല സർ. ഇപ്പൊ ചേഞ്ച് ആയോ? ഇല്ല സർ, ഫസ്റ്റ് സ്ലൈഡ് തന്നെയാണ്. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ടോ? യെസ് സർ. ഓക്കെ. അപ്പോ കോർ മാനേജ്മെന്റ് റോൾസ്, ഒന്ന് ജനറൽ മാനേജ്മെന്റ്, ഒന്ന് പ്രൊജക്ട് മാനേജ്മെന്റ്, ഒന്ന് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. അപ്പോൾ ജനറൽ മാനേജ്മെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ പ്രൊജക്ട് ബേസ്ഡ് ആണ്. അതായത് ഇപ്പോൾ ഒരു സ്പെസിഫിക് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മാനുഫാക്ചറിംഗ് പറയുമ്പോഴത്തേക്കും ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുക, ആ പ്ലാന്റിന്റെ ഫാക്ടറി സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു IT സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പുതിയ പ്രൊജക്ടിന്റെ സെറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ പുതിയൊരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതെല്ലാം പ്രൊജക്ട് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട്. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന്റെ, ഇപ്പം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിന്റെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി സ്പെസിഫിക്കലി നോക്കുന്ന അതിന്റെ ഓപ്പറേഷണൽ ആയിട്ടുള്ള, അതായത് ബിസിനസ് ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ്, ഓവറോൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആണ് പറയുന്നത്. അപ്പൊ ഇതാണ് ബ്രോഡ്ലി എന്ന് പറയുന്ന മാനേജ്മെന്റ് ഓർഗനൈസേഷൻസിൽ. പിന്നെ നമ്മൾ നോക്കുന്നത്
ഫങ്ഷണൽ ആയിട്ടുള്ള മാനേജ്മെന്റ്, അതായത് HR, ഫൈനാൻസ്, മാർക്കറ്റിംഗ്, സെയിൽസ്, മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ, IT, അങ്ങനെ സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ടാവും. ആ സ്പെസിഫിക് ഫങ്ഷൻസിൽ പല സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്, പല ഡിവിഷൻ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗിന്റെ അകത്ത് ബ്രാൻഡിങ്, മീഡിയ, പ്രൈസിങ്, പിന്നെ പബ്ലിക് റിലേഷൻസ്, അങ്ങനെ പല ഫംഗ്ഷനുകളും മാർക്കറ്റിംഗിലുണ്ട്. ഫിനാൻസിൽ എന്ന് പറയുമ്പോൾ ഫിനാൻസിന്റെ അകത്ത് അക്കൗണ്ടിങ്, പിന്നെ പ്രോഫിറ്റ് മാനേജ്മെന്റ്, ടാക്സേഷൻ, അങ്ങനെ പല ഫംഗ്ഷനുകളും സബ് ഫംഗ്ഷനുകളും ഫിനാൻസിൽ വരുന്നു. HR ട്രെയിനിങ്, പിന്നെ റിക്രൂട്ട്മെന്റ്, പിന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, അതായത് ലേബർ ലോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇതുകൂടാതെ നമ്മുടെ പെർഫോമൻസ് മാനേജ്മെന്റ്, അതായത് ഓരോ വർഷവും ആൾക്കാരുടെ പെർഫോമൻസ് മാനേജ് ചെയ്തിട്ട് അവരുടെ എബിലിറ്റി നോക്കുക കാര്യം. അങ്ങനെ ഓരോ ഫംഗ്ഷനിലും അതിൻ്റെതായിട്ടുള്ള സബ് ഫംഗ്ഷൻസ് ഉണ്ട്. അതാണ് അടുത്ത ലെവൽ ഓഫ് ഫങ്ഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എല്ലാ ഓർഗനൈസേഷൻസിലും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ടാവണമെന്നില്ല, പക്ഷെ മോസ്റ്റ്ലി ഫൈനാൻസ് കാണും, പിന്നെ ഇപ്പൊ മാനുഫാക്ചറിങ് ആണെങ്കിൽ മാനുഫാക്ചറിങ്ങിനകത്ത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കാണും, ഒരു മെയിൻ്റനൻസ് യൂണിറ്റ് കാണും, അങ്ങനെ സെപ്പറേറ്റ് ഫങ്ഷൻസ് കാണും. പിന്നീട് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് റോൾസ്, അതായത് ആ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം പരിചയമുള്ള, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ റിക്വയർമെന്റ് വരുന്നത്. സപ്ലൈ ചെയിൻ, അതായത് ഇപ്പോൾ ഒരു വെയർ ഹൗസ് മാനേജ്മെന്റ്, നമ്മുടെ ഫാക്ടറിയിൽ നിന്നും സാധനങ്ങൾ വരുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നു, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. റീറ്റെയിൽ മാനേജ്മെന്റ്, എങ്ങനെയാണ് പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് എത്തുന്നത്, ഡിസ്ട്രിബ്യൂഷൻ വഴിയാണോ, അല്ലെങ്കിൽ ബിഗ് മാർക്കറ്റ് വഴിയാണോ, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയാണോ, അത് റീറ്റെയിൽ മാനേജ്മെന്റ്. ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, അതായത് ഹോസ്പിറ്റൽസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിന്റെ റിക്വയർമെന്റ്സ് വരുന്നുണ്ട്. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റുകൾ വേറെയുണ്ട്. അപ്പൊ ഇത് ഓരോ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടും സെഗ്മെന്റ് ബേസ് ചെയ്തിട്ടും വ്യത്യാസം വരും, അതിന്റെ സൈസും ഇമ്പോർട്ടൻസും അനുസരിച്ച്. അതായത് ഇപ്പോൾ ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓറിയന്റഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ റീറ്റെയിൽ മാനേജ്മെന്റും ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റും കീ അക്കൗണ്ട്സ് മാനേജ്മെന്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. പക്ഷെ ആ സമയത്ത് ഒരു പ്രൊഡക്ഷൻ ബേസ്ഡ് കമ്പനി ആണെങ്കിൽ അവിടെ സപ്ലൈ ചെയിനും ഇൻഡസ്ട്രി പ്ലാൻ സെറ്റപ്പും മെയിൻ്റനൻസും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ഉണ്ടാവുക. സർവീസ് ഓറിയന്റഡ്, ഇപ്പോൾ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സർവീസ് ഓറിയന്റഡ് ആണ്. അപ്പൊ അവിടെ മാൻ പവർ മാനേജ്മെന്റും അവിടുത്തെ ഇൻഷുറൻസ് രീതികളും ഹോസ്പിറ്റൽ മാനേജ്മെന്റും എക്യുപ്മെന്റ് പർച്ചേസും പ്രൊക്യൂർമെന്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ അതിനകത്ത് സ്പെഷ്യലൈസേഷൻ വരിക. അപ്പോൾ ഇതിലുമെല്ലാം ഇഷ്ടമാതിരി രീതിയിൽ എക്സ്പാൻഷൻ ഉണ്ട്, റിക്വയർമെന്റ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതാണ് ഡിഫറെന്റ് മാനേജ്മെന്റ് റോൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പല തട്ടുകളുമാണ്. അതായത് സ്റ്റാർട്ടിങ് ഫ്രം ഒരു എന്താ പറയണ്ടേ ജൂനിയർ ലെവൽ. ഇപ്പൊ നമ്മൾ ചെന്ന് ജോയിൻ ചെയ്യുമ്പോൾ ആദ്യമത്തെ ഒരു ജൂനിയർ ലെവൽ, പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ ലെയേഴ്സ് കാണും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓർഗനൈസേഷൻ സൈസ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓർഗനൈസേഷൻസ് പ്രോഫിറ്റബിലിറ്റി, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓർഗനൈസേഷൻസ് മൾട്ടി ലെവൽ. അതായത് ഇപ്പം മൾട്ടിനാഷണൽ ആണെന്നുണ്ടെങ്കിൽ വലിയ ഓപ്പറേഷൻ ആയിരിക്കും, ലോക്കലൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കും. അതേ രീതിയിലായിരിക്കും അത് നോക്കേണ്ടത്. ഓക്കെ, അടുത്തത് എന്തെല്ലാം സ്കിൽസ് ആണ് ഒരു നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. വാട്ട് ആർ ദി എസെൻഷ്യൽ സ്കിൽസ്? നമ്മളുടെ നോളജ് അനുസരിച്ച് നമുക്ക് ലീഡർഷിപ്പ് ആൻഡ് ടീം മാനേജ്മെന്റ്, അതായത് എങ്ങനെയാണ് നമ്മളൊരു ടീമിനെ മാനേജ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ ആസ് എ ലീഡർ, നമ്മളൊരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തതിനു ശേഷം നമ്മൾ ഗ്രോത്ത് ആസ് എൻ ഇൻഡിവിജ്വൽ, ഞാൻ ആ ഓർഗനൈസേഷനിൽ ഗ്രോ ചെയ്യുമ്പോൾ എൻ്റെ കഴിവ് എന്താണ് ഒരു ടീമിനെ മാനേജ് ചെയ്യാൻ, എൻ്റെ കഴിവ് എന്താണ് ഒരു നാളെ ഒരു വർഷം 2 വർഷം കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു ജൂനിയർ വരുമ്പോൾ എങ്ങനെയാണ് ആ ജൂനിയറിനെ ഞാൻ മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്, അതിനുള്ള എബിലിറ്റി എനിക്കിപ്പോഴുണ്ടോ, അതിൻ്റെ എങ്ങനെയാണ് അസസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കണ്ടുപിടിക്കുന്നതും എൻ്റെ മാനേജറിനെ അല്ലെങ്കിൽ എൻ്റെ സൂപ്പർവൈസറിനെ എങ്ങനെയാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നതും ആ രീതിയിൽ തന്നെയായിരിക്കും ഞാനും കണ്ടുപിടിക്കുന്നത്. പക്ഷെ അത് ഒരു മെന്ററിങ് രീതിയാണ്, അതായത് മറ്റുള്ള കണ്ടുപിടിക്കുന്നത്. അതുകൂടാതെ എന്നിൽ എന്ത് കഴിവുണ്ട് ആസ് എ ലീഡർഷിപ്പ് സ്കിൽ, ഞാൻ എന്ത് സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വിച്ച് ഐ ക്യാൻ ഇംബൈബ് ടു മൈ ടീം ആസ് സച്ച്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്.
പക്ഷേ അതില് ഒബ്വിയസ്ലി വെർബൽ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ കൂടുതലും സിസ്റ്റം ബേസ്ഡ് ആണ്. അതായത് ഇമെയിൽസ് അയക്കുക, അതുകൂടാതെ ഇന്റർ ഓഫീസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കൂടുതലും ബിറ്റ്വീൻ ഫങ്ഷൻസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള, അതായത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് കൂടുതലും വരുന്നത്. അല്ലാതെ ഒബ്വിയസ്ലി വിൽ ബി ഇന്ററാക്ടിങ് വിത്ത് പീപ്പിൾ. അപ്പൊ അതില് ഹൗ ഡു യു എന്താ പറയണ്ടേ, ഹൗ ഡു യു ക്രിയേറ്റ് ഒരു നല്ല ഇമെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും? ഹൗ ആർ യു ക്രിയേറ്റിംഗ്? ഇമെയിലിൽ തന്നെ ഇപ്പൊ നമുക്ക് അപ്രൂവൽ ഇമെയിൽസ് ഉണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇമെയിൽസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയണ്ട എക്സ്പ്ലനേഷൻ, നമ്മളൊരു പെർട്ടിക്കുലർ ഒരു ആക്ഷൻ എടുത്ത് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഇമെയിൽസ് ഉണ്ട്. ഇതുകൂടാതെ നമ്മൾക്ക് പ്രസന്റേഷൻസ് ഉണ്ടാക്കാനുണ്ട്. ടീം മീറ്റിംഗ്സ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ടീമിനെ അഡ്രസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ സൂപ്പർവൈസേഴ്സിനെ അഡ്രസ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ സ്ട്രോങ് വെർബൽ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നല്ല ലാംഗ്വേജ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് എ വെരി എന്താ പറയണ്ടേ, ഒരു സാധാരണ സംസാരിക്കുന്ന രീതിയിലല്ല, ഒരു നല്ല സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യുന്ന ലാംഗ്വേജ്. ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾക്ക് കേരളത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് മലയാളത്തിൽ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇന്ന് കേരളത്തിൽ ഇഷ്ടംമാതിരി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരുണ്ട്. അതേപോലെ നമുക്കും നാളെ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ്, പിന്നെ ഈവൻ നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അറ്റ്ലീസ്റ്റ് നമുക്ക് എഴുതാൻ സാധിച്ചില്ലെങ്കിലും സംസാരിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള കഴിവാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഈ ഞാൻ ഡീൽ ചെയ്യുന്ന ഒരു എൻ്റെ സൂപ്പർവൈസറോ അല്ലെങ്കിൽ എൻ്റെ തന്നെ സെയിം റോളുകളിൽ ഇരിക്കുന്ന മറ്റു കൊലീഗ്സുമായിട്ട് എങ്ങനെയാണ് ഞാൻ ഇടപഴകുന്നത്, എങ്ങനെയാണ് ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നത്, ഏത് രീതിയിലാണ് ഞാൻ അവരെ അപ്രോച്ച് ചെയ്യുന്നത്, അവരുടെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇതാണ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത്. അനാലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ഏതെങ്കിലും ഒരു ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് എനിക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു ഒബ്വിയസ്ലി ജോലി ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് എല്ലാത്തിനും എന്താ പറയുക റെഡിമെയ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടിയെന്ന് വരില്ല. പലപ്പോഴും വി ക്യാൻ ഇന്ററാക്ട് വിത്ത് അവർ മാനേജർ, നമ്മുടെ മാനേജറിനെ നമുക്ക് അല്ലെങ്കിൽ സൂപ്പർവൈസറിനെ നമുക്ക് സമീപിക്കാം. പക്ഷെ എല്ലായ്പ്പോഴും ഒരു പ്രോബ്ലം കൊണ്ടുചെന്ന ഒരു സൊല്യൂഷൻ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാട്ടും ദോസ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇൻ യു. എന്നിൽ അതിനുള്ള കഴിവുണ്ടോ, എനിക്ക് അതിനുള്ള സാധ്യതകളുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ്, എങ്ങനെയാണ് അത് റൈറ്റ് സൊല്യൂഷൻ ആണോ, അത് ആപ്ലിക്കബിൾ ആണോ, ഇമ്പാക്ട്ഫുൾ ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഉള്ള കഴിവും ഇതാണ് അനാലിറ്റിക്കൽ ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് പറയുന്നത്. ടൈം മാനേജ്മെന്റ്. പ്ലീസ്. സ്ലൈഡ് ഇപ്പോഴും ചേഞ്ച് ആവുന്നില്ല. ഓ സോറി. എനിക്ക് പറയാൻ ഞാൻ പ്രസന്റേഷൻ മോഡ് ഇടുമ്പോഴാണോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഞാൻ എത്ര നേരം പറഞ്ഞത് കേട്ടോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ലീഡർഷിപ്പ് ആൻഡ് ടൈം മാനേജ്മെന്റിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എബിലിറ്റി ടു ലീഡ് ആൻഡ് മാനേജ് ടീംസ് എഫക്റ്റീവ്ലി. കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ സ്കിൽസ്, സ്പെസിഫിക്കലി നമ്മുടെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഇന്റേണൽ പ്രസന്റേഷൻസ്, ഇമെയിൽസ്, അതുകൂടാതെ നമ്മൾ മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ആ വക കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. അനാലിറ്റിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യാൻ സാധിക്കും, എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഒരു കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുന്നത്, ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, എന്ത് ഇൻഫർമേഷൻ ആണ് വേണ്ടത് എന്നീ കാര്യങ്ങൾ. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ ഏത് ജോലി ചെയ്യുമ്പോഴും അതിനകത്ത് there could be something that we need to find out as a better way to do it, അല്ലെങ്കിൽ economical way to do it, അല്ലെങ്കിൽ create a new solution for the problem that has been faced. അതിനുള്ള ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാവണം, നമുക്ക് അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് നമുക്ക് ചേർന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുക? മറ്റുള്ള രീതികളല്ല, എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ, അവൈലബിൾ ആയിട്ടുള്ള മെത്തഡോളജീസ് ഉണ്ടോ, അതിനുള്ള ഒരു ഈഗർനെസ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലം.
ടൈം മാനേജ്മെന്റ്, അതായത് നമ്മളുടെ ആക്ടിവിറ്റീസിൽ നമ്മൾ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ മോർണിംഗ് ഓഫീസിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓരോ വർക്ക് നമുക്ക് വരുന്നതനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അതിനെ ഷെഡ്യൂൾ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ആർ വി ക്യാരിങ് ഫോർവേഡ് സർട്ടൻ തിങ്സ് ഫോർ ദ നെക്സ്റ്റ് ഡേ? ഇഫ് സോ, നമ്മൾ അവരെ റെസ്പെക്റ്റീവ് പീപ്പിളെ നമ്മൾ ഇൻഫോം ചെയ്യുന്നുണ്ടോ? നമ്മുടെ ടാസ്കിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇമ്പോർട്ടന്റ് ഏതാണ്, അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടന്റ് ഏതാണ്, അർജന്റ് ഏതാണ്, ഇങ്ങനെയുള്ള കാറ്റഗറൈസേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് എങ്ങനെ ചെയ്യും? അതായത് ഏറ്റവും വലിയ ചോദ്യം വരുന്നത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിനെ മനസ്സിലാക്കാൻ പ്രോബബ്ലി വി നീഡ് ടു ഇന്ററാക്ട് മോർ വിത്ത് ദ പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ. നമ്മുടെ സൂപ്പർവൈസേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ പിയേഴ്സ് ആയിട്ടോ കൂടുതലും സംസാരിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മുടെ തരുന്ന ജോലികൾ നമുക്ക് കൃത്യസമയത്തോട് ചെയ്ത് തീർക്കാൻ സാധിക്കും. അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഓർഗനൈസേഷൻ ഓൾറെഡി ഒരു സിസ്റ്റത്തിലാണ് പോകുന്നത്. ഒരു കൾച്ചറുണ്ട്, ഒരു മെത്തഡോളജി ഉണ്ട്. അതിലെങ്ങനെയാണ് നമ്മൾ ചെന്ന് അഡാപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ആ സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഉണ്ട്, ആ പ്രോസസ്സിൽ എങ്ങനെയാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്, എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ജെല്ല് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് സിറ്റുവേഷൻസ് ചേഞ്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ആണോ, നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ റിജിഡ് ആണോ? റിജിഡ് എന്നെങ്കിൽ നമ്മൾ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിങ്ങനെ വരാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഓർഗനൈസേഷൻ റിക്വയർമെന്റ് അനുസരിച്ച് ചിലപ്പോൾ മുടക്കുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ വരേണ്ടി വരും, അല്ലെങ്കിൽ മന്ത് എൻഡ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്ലോസിംഗ് സമയത്ത് ഒക്കെ അഡീഷണൽ അവേഴ്സിന്റെ റിക്വയർമെന്റ് വേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ഫ്ലെക്സിബിൾ ആണോ, നമ്മൾ ഓർഗനൈസേഷൻ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ ഹൗ ഡു യു പ്രയോറിറ്റൈസ് ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ് ആൻഡ് പ്രയോറിറ്റീസ് അനുസരിച്ച്. സ്ട്രാറ്റജിക് തിങ്കിങ്. സ്ട്രാറ്റജിക് തിങ്കിങ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ നമ്മൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഇതിലും നന്നായിട്ട് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ റൺ ചെയ്യുന്ന പ്രോസസ്സിനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് മാറ്റാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഒരു പുതിയ സംഭവത്തിനെ കൊണ്ടുവരാൻ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുമോ? അതിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ റിക്വയർമെന്റ്സ്, എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു. ഇതാണ് സ്ട്രാറ്റജിക് തിങ്കിങ് എന്ന് പറയുന്നത്. ഒന്ന്, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സും നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത്. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് വരുന്ന ഇൻഫർമേഷൻ എങ്ങനെയാണ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മാൻ പവറിന്റെ ഡേറ്റ നമുക്ക് കിട്ടാൻ പറ്റും. അതായത് ഓർഗനൈസേഷൻസിൽ ഉണ്ടാവുന്ന HR ഡീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാൻ പവറിന്റെ ഡേറ്റ കിട്ടും. അതായത് അവരുടെ പേര്, അവരുടെ വയസ്സ്, അവരുടെ ഡേറ്റ് ഓഫ് ജോയിനിങ്, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഈ വക കാര്യങ്ങളെല്ലാം. അതിന് എന്ത് അനാലിസിസ് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും, എന്തെല്ലാം രീതിയിൽ നമുക്ക് അതിനെ ഡൈസെക്ട് ചെയ്യാൻ സാധിക്കും, എന്തെല്ലാം രീതിയിൽ നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും ഫോർ ഓർഗനൈസേഷണൽ ബെനിഫിറ്റ്, ഏത് രീതിയിൽ അതിനെ ഇന്റർപ്രിട്ടേഷൻ വരുത്താൻ സാധിക്കും. അതായത് എന്തെങ്കിലും ആ ഇൻഫർമേഷനിൽ നിന്നും, ഇത് ഞാൻ ബേസിക് ആയിട്ട് ഇൻഫർമേഷനാണ് പറഞ്ഞത്, ഇതിലെല്ലാം കൂടുതൽ ഇൻഫർമേഷൻസ് അവിടെ ഓർഗനൈസേഷൻസിൽ കാണും. ഇത് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ മാർക്കറ്റിലെ ഇൻഫർമേഷൻ സിസ്റ്റം കാര്യമുണ്ട്. കോമ്പറ്റീഷനെ കുറിച്ചുണ്ട്, പ്രൈസിങ്ങിനെ കുറിച്ചുണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ ട്രെൻഡ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. എവിടെ നിന്നാണ് ഡേറ്റ അവൈലബിൾ ആവുക, എവിടെ നിന്നാണ് ഡേറ്റ ലഭിക്കുക, റെലവൻസ് ഓഫ് ഡേറ്റ എന്താണ്, ഏത് സോഴ്സിൽ നിന്നാണ്, അഥവാ കിട്ടിയ ഡേറ്റ അതെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം, ഏത് രീതിയിൽ അതിനെ ഡൈസെക്ട് ചെയ്ത് മനസ്സിലാക്കി എന്താണ് അതിൽ നിന്നും എടുക്കാൻ സാധിക്കുന്നത്, സോ ദാറ്റ് ദി ഓർഗനൈസേഷൻ വിൽ ബെനിഫിറ്റ് ആൻഡ് ബ്രിങ് സം റവന്യൂ, ബിസിനസ്, പ്രൊമോഷൻ ടു ദി ഓർഗനൈസേഷൻ ആസ് സച്ച്. അതാണ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം പ്രതീക്ഷിക്കുന്ന സ്കില്ലുകളാണ് ഫ്രം യു ആസ് എ യങ്സ്റ്റർ who's joining the organization, fresher to who's joining the organization. These are some of the skills which the organizations are expecting. എന്തുകൊണ്ട് ഇത് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് ഞാൻ ഒന്നുകൂടി ചെറിയ രീതിയിൽ പറഞ്ഞുതരാം. അതായത് അവിടെ ഉള്ള എംപ്ലോയീസും ഇത് കഴിവില്ലേ, ഇതിനകത്ത് ഉള്ള ആൾക്കാർക്കൊന്നും അതിനകത്ത് കഴിവില്ലേ? ഉണ്ട്, ഇല്ലാതില്ല. എല്ലാവരും വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഇതേപോലുള്ള ഓരോ കഴിവുകളും എന്താ പറയുന്നത്
എബിലിറ്റീസ് എല്ലാം കൊണ്ടുവന്നിട്ടാണ് ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ വൺസ് ദേ മൂവ് ഇൻ ടു എ സർട്ടൺ സ്റ്റേജ്, അതായത് ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ദേ ഗെറ്റ് ഇൻ ടു എ സർട്ടൺ വേ ഓഫ് വർക്കിംഗ് ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഫ്രഷ്നെസിന്റെ ഒരു കുറവ് എപ്പോഴും ഓർഗനൈസേഷൻസിൽ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഫ്രഷേഴ്സിന് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഫ്രഷേഴ്സിന് എടുക്കുന്നത്? ഫ്രഷ് ഐഡിയാസ് വരിക, ഫ്രഷ് മെത്തഡോളജീസ് വരിക, ന്യൂ സ്കിൽസ് വരിക. ഇതെല്ലാം പഠിച്ചു വരുമ്പോൾ അതിന് ചെയ്യാനായിട്ടുള്ള ഒരു, നമ്മൾ പറയില്ലേ, നമുക്ക് appetite ടു ഫെയിലിയർ, നമുക്ക് തോൽവി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ദർ ഇസ് നോ റിസ്ക്, ആ രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം എന്നുള്ള ഒരു അപ്രോച്ച് ദാറ്റ് ഇസ് എക്സ്പെക്റ്റഡ്. പക്ഷെ ആ സമയത്ത് ഒരു 2 years ഒക്കെ കഴിഞ്ഞ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് ബാഗേജ് ഇൻ ദ പേഴ്സൺ ഇസ് ക്യാരിങ്. ഒന്ന് കോസ്റ്റിനെ കുറിച്ചുള്ള കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചുള്ള കോൺഷ്യസ്. അപ്പോൾ ഓൾറെഡി ഒരു സെറ്റ് പ്രോസസ്സ് പുള്ളി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു, അതിനെ പ്രൊജക്ട് ചെയ്ത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നു, ഒരു സ്ഥലത്തേക്ക് തന്നെ എത്തിക്കാൻ നോക്കും. പക്ഷെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ആൾ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള സ്കിൽസ് എല്ലാം കൊണ്ട് ജോയിൻ ചെയ്യുമ്പോൾ ആ മോട്ടീവിനെയും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആ മറ്റുള്ള എംപ്ലോയീസ് കൊണ്ടുവന്നിട്ടുള്ള ഇനീഷ്യേറ്റീവ്സിനെയും ഡ്രൈവിനെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ പുതിയൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഓർഗനൈസേഷൻസ് ഫ്രഷേഴ്സിനെ നിന്നും കൂടുതലും ഇങ്ങനത്തെ സ്കിൽസുകളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്, വാട്ട് ആർ ദി എമർജിംഗ് ട്രെൻഡ്സ്? എമർജിംഗ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഏത് തരത്തിലുള്ള റിക്വയർമെന്റ്സ് ആണ് പ്രതീക്ഷിക്കുന്നത്? ഒബ്വിയസ്ലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്നത്തെ ഒരു വളരെ കോമൺ ഫാക്ടറാണ്. അതുകൊണ്ട് ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഇന്ന് ഏതെല്ലാം രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ അതെല്ലാം അവിടെ പ്രതീക്ഷിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സേ ഫോർ എക്സാമ്പിൾ ഏതാണ് റെലവെന്റ് ആയിട്ടുള്ള AI ടൂള്, അതാണ് ഇന്നത്തെ റിക്വയർമെന്റ്. AI എന്താണെന്നുള്ള ഒരുവിധം പേർക്കും അറിയാം, പക്ഷെ വിച്ച് ടൂൾ ഇസ് റെലവെന്റ് ഫോർ വാട്ട് പർപ്പസ്, അതാണ് ഒന്നാമത്തെ കാര്യം. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സുകളുണ്ട് ഓർഗനൈസേഷൻസിലെല്ലാം. ഇപ്പൊ പ്രോസസ്സിനെ ഓട്ടോമേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ടൂൾ വിൽ ഓട്ടോമേറ്റ് ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇപ്പോൾ എക്സലിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാം, പക്ഷെ അതല്ലാതെ ആ മെത്തഡോളജിയെ നമുക്ക് കുറെ കൂടി എന്താ പറയണ്ടേ, സീറോ എറർ രീതിയിൽ നമുക്ക് അതിന് ഓട്ടോമേഷൻ ചെയ്യാൻ സാധിക്കുമോ with the information that the organization has got. അപ്പോൾ അതൊരു ട്രെൻഡാണ് ഓർഗനൈസേഷൻസിൽ റിക്വയർമെന്റ്. സസ്റ്റൈനബിലിറ്റി ആൻഡ് ESG. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ ഇന്ന് ഓർഗനൈസേഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ടുവേർഡ്സ് എൻവയറൺമെന്റ് ഫ്രണ്ട്ലി ആവണം, കുറെ കൂടി വിത്ത് ലെസർ എന്താ പറയണ്ടേ ഡാമേജ് ടു ദി വേൾഡ്. അതേപോലെ സസ്റ്റൈനബിൾ ആയിരിക്കണം, ഈവൻ വിത്ത് ഇൻ ദ ഗവേണൻസ് ഓഫ് വാട്ട് എവർ the system has been set with. അപ്പോൾ സസ്റ്റൈനബിലിറ്റി ആൻഡ് ESG വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രെൻഡാണ് ഓർഗനൈസേഷൻസിൽ. ഈ റിമോട്ട് ആൻഡ് ഹൈബ്രിഡ് വർക്ക് മോഡൽസ്. റിമോട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ആൾക്കാർ പല സ്ഥലത്തുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാവരും വരിക. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു പ്രവണതയല്ല. ഒരു ഓഫീസിൻ്റെ അകത്ത് പ്രോബബ്ലി ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഉണ്ടാവും, പക്ഷെ വേറെ സ്ഥലങ്ങളിൽ പണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ കുറെ ബ്രാഞ്ച് ഓഫീസുകളുണ്ട്, അല്ലെങ്കിൽ റിമോട്ട് ലൊക്കേഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെയെല്ലാം റിമോട്ട് ലൊക്കേഷൻസിലുമായിട്ട് ആൾക്കാരെ കണക്ട് ചെയ്തിരുന്നില്ല പണ്ടത്തെ സിറ്റുവേഷൻസിൽ. ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ റിമോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണക്ഷൻ ബിറ്റ്വീൻ ദീസ് പീപ്പിൾ ആർ വെരി ഹൈ, ഈദർ ത്രൂ വെബിനാർസ്, ഈദർ ത്രൂ കോമൺ ഡ്രൈവ്സ്. ഇവിടെ വർക്ക് ചെയ്യുന്ന ആള് അവിടെ നിന്നും അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യുന്നു, ഇവിടെ നിന്ന് ചെയ്യുന്ന ആള് അവിടെ നിന്ന് മോണിറ്റർ ചെയ്യുന്നു. അപ്പൊ അതേപോലെയുള്ള റിമോട്ട് ആൻഡ് ഹൈബ്രിഡ് വർക്ക് മോഡൽസ് ഉണ്ട്. അതിന്റെ ഒരു റിക്വയർമെന്റ് കാണുന്നുണ്ട് ഇന്നത്തെ സ്ഥിതിയിൽ. ഒന്ന് ഒബ്വിയസ്ലി കോവിഡിന് ശേഷം കുറെ റിമോട്ട് വർക്കിങ്ങിന്റെ സാധ്യതകൾ പൊങ്ങി വന്നിട്ടുണ്ട്, ബിക്കോസ് ഓഫ് ദ ടെക്നോളജി ഗെറ്റിംഗ് അഡ്വാൻസ്ഡ് ഇൻ ഓൾ ദോസ് തിങ്സ്. ഗിഗ് എക്കണോമി അല്ലെങ്കിൽ ഫ്രീലാൻസിങ്. ഗിഗ് എക്കണോമി എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് സ്കില്ലുള്ള ആൾക്കാർക്ക് ആ പർട്ടിക്കുലർ വർക്ക് ഏൽപ്പിച്ചിട്ട് ആ ഒരു പർട്ടിക്കുലർ ജോലിക്ക് വേണ്ടി മാത്രം ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ നമുക്കിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്യാൻ സാധാരണ നമ്മൾ ചെയ്തെന്നുണ്ടെങ്കിൽ കൺസൾട്ടൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇതെന്ന് വെച്ചാൽ ഗിഗ് വർക്ക് ഫോഴ്സ്, ആ പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക, ഫ്രീലാൻസിങ് ചെയ്യിപ്പിക്കുക, ആ പണി തീർക്കുക, പരിപാടി തീർക്കുക. അങ്ങനെ വരുന്ന കുറെ റിക്വയർമെന്റ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്, രണ്ട് രീതിയിലും ചെയ്യുന്നവരുണ്ട്. അതാണ് ഗിഗ് എക്കണോമി അല്ലെങ്കിൽ ഫ്രീലാൻസിങ് വർക്ക്.
ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏത് ഒരു ബിസിനസ് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാലും ഇന്ന് ഒബ്വിയസ്ലി ഡേറ്റ ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. കാരണം എന്ന് വെച്ചാൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റബിൾ ആയിരിക്കണം, അതിന് റിസ്ക് ഉണ്ടെങ്കിൽ തന്നെയും ആ റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അറിവുണ്ടായിരിക്കണം. ആ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്ന അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് പല ഇൻവെസ്റ്റ്മെന്റ്സും പല രീതിയിലുള്ള ഡിസിഷൻസും സ്ട്രാറ്റജീസും ഫോം ചെയ്യുന്നുണ്ട് ഓർഗനൈസേഷൻ. അപ്പൊ അതുകൊണ്ട് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് ഒരു വളരെ എന്താ പറയണ്ടേ നീഡഡ് ട്രെൻഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് ഒരു ബിസിനസിന്റെ കാര്യത്തിൽ നോക്കിയാണ്. സേ ഫോർ എക്സാമ്പിൾ മാർക്കറ്റിന്റെ ട്രെൻഡ് മാറുന്നത്, അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുന്നത് ഓൺലൈൻ മാർക്കറ്റ് വന്നതിന് ശേഷം, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വന്നതിന് ശേഷം ഇഷ്ടംമാതിരി ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. എവിടെയെല്ലാം പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്, എന്തെല്ലാം തരത്തിലുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. പക്ഷെ ഇതിന്റെയൊക്കെ റിലയബിലിറ്റി എത്രത്തോളം ഉണ്ട്, ഏതെല്ലാം രീതിയിലാണ് കസ്റ്റമർ ബിഹേവിയർ വരുന്നത്, ഏതെല്ലാം രീതികളിലാണ് ആൾക്കാർ ഇതിനെ ബിസിനസിനെ പ്രോഫിറ്റബിൾ ആയിട്ട് മാറ്റുന്നത്, ഈ വക ഇൻഫർമേഷൻസ് എല്ലാം ഓർഗനൈസേഷൻസിന് വളരെയധികം ആവശ്യമാണ്. ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഒരു എന്താ പറയണ്ടേ ഒരു ഇൻറ്റ്യൂഷനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് പണ്ട് പോയിരുന്നത്. അല്ലെങ്കിൽ ഓൺ ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് പോയിരുന്നത്. ഇന്ന് ഓൺ ഓർഗനൈസേഷൻ മാത്രമല്ല സെക്ടറിന്റെ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്, മറ്റുള്ള കോമ്പറ്റീഷൻ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്, വേൾഡ് ഓവർ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അപ്പൊ ഇതിനെല്ലാം വെച്ച് നോക്കിയിട്ട് പല രീതിയിലുള്ള ഡിസിഷൻസും ഇന്ന് എടുക്കുന്നുണ്ട്. മുമ്പോട്ട് പോകാനായിട്ടുള്ള പുതിയ ബിസിനസ്സുകളെയും പുതിയ എന്താ പറയണ്ട പ്രോഡക്ട്സിനെ ഡിസൈൻ ചെയ്യാനും പുതിയ രീതികളിൽ പുതിയ മോഡൽ ഓഫ് ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടും ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിന്റെ ഒരു ഉദ്ദേശം വൺ ഇസ് ബേസിക്കലി ടു understand what is the expectations from the organization, what are the core management roles, different roles which you have in the organization, പിന്നെ എന്തെല്ലാം essential skills ആണ് വേണ്ടത്, what are the emerging trends which is happening in the industry as of now. Now I'm leaving it as open to questions for each of you. If there's any questions, probably I'll be able to answer. Hello, sir. Yeah. So you already mentioned a couple of skills that we should have, right? Yes. എന്നപ്പം നമ്മൾ ഈ സ്കിൽസ് പഠിക്കുന്ന പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, is it really a matter or just the skills that we acquire? See, certification is important because certification will add value into your being attained that skill as part of your academical requirement. അതിൻ്റെ ഒരു ആവശ്യമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ how are you going to apply these skills? Practical application of that skill എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനുള്ള ഒരു ഫോറം അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. Just by achieving that skill is not going to serve the purpose. Are you able to apply those skills somewhere? Appo certification important aanu vechu certification important aanu. It is important. Okay, sir. Yeah. Thank you for asking, Nora. You're welcome, sir. സർ, Yes. നമ്മൾ ഈ സ്കിൽസ് ഇപ്പോഴത്തെ കാലത്ത് സ്കിൽസ് എങ്ങനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത്, ഏറ്റവും ബെസ്റ്റ് സ്കിൽസ് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്? ഇഷ്ടംപോലെ സ്കിൽസ് പുറത്തുണ്ടല്ലോ, നമുക്ക് അതെ. അക്യൂർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെ അതെ. അകത്തുനിന്ന് നമ്മൾ എങ്ങനെയാ സ്കിൽസ് സെലക്ട് ചെയ്തെടുക്കുന്നത്? ഇപ്പൊ ഈ റിക്വയർമെന്റ് ഞാൻ കുറച്ച് കാണിച്ചല്ലോ. മീൻ വാട്ട് ഇസ് ഡേറ്റ ഓറിയന്റഡ് അല്ലെങ്കിൽ വൺ ഇസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാട്ട് ഇസ് ദ കറന്റ് ട്രെൻഡ് അനുസരിച്ചിട്ടുള്ളത്. അത് ഇസ് എൻ ഇൻഫർമേഷൻ. ആസ് എൻ ഇൻഡിവിജ്വൽ വാട്ട് ഇസ് ഗോയിങ് ടു ബെനിഫിറ്റ് യു? കാരണം നമുക്ക് എല്ലാ സ്കിൽസും പഠിച്ചെടുക്കാൻ സാധിക്കില്ല. എനിക്കുള്ള കഴിവെന്താണ്, എനിക്ക് ഏത് സ്കില്ലാണ്
പ്രോബബ്ലി ഐ ഹാവ് സം ഇൻട്രസ്റ്റ് ടുവേർഡ്സ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. എന്നിട്ട് ആ സ്കില്ലിനെ സർട്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ സ്കില്ല് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിൽ റിക്വയർമെന്റ് ഉണ്ട് ഇഷ്ടമാതിരി. മീൻ പല ഓരോ സെഗ്മെന്റിലും ഓരോ സെക്ടറിലും നോക്കിക്കഴിഞ്ഞാലും പലതരത്തിലുള്ള സ്കിൽസിന്റെ റിക്വയർമെന്റ്സ് ഉണ്ട്. പക്ഷെ എല്ലാം എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ഏതെനിക്ക് മീൻ ഇഫ് ഐ അക്വയർ ദാറ്റ് സ്കിൽ, അത് എനിക്ക് അപ്ലിക്കബിൾ ആവും. കൻ ഐ യൂസ് ദാറ്റ് സ്കിൽ? ബേസിക് ആയിട്ടുള്ള സ്കിൽസ് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കിൽസ്, ടൈം മാനേജ്മെന്റ് സ്കിൽസ്, അഡാപ്റ്റബിലിറ്റി, ഇതെല്ലാം ആസ് എൻ ഇൻഡിവിജ്വൽ യു ഷുഡ് ബി ഹാവിങ്. പക്ഷെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇപ്പൊ ഡേറ്റ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ എന്താ പറയണ്ടേ, സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനുള്ള റിക്വയർമെന്റ് സ്കിൽസ്, അത് യു ഷുഡ് അസസ് വെദർ you are able to apply those skills, you have an interest for that. ഉണ്ടെന്നുണ്ടെങ്കിൽ അക്വയർ ചെയ്യുന്നതിൽ there is always a potential. Thank you, sir. Yeah. സർ, ഈ ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഷോർട്ട് പീരീഡിൽ ചെയ്യണത് റെലവെന്റ് ആണോ ഇന്റർവ്യൂക്ക് പോകുമ്പോൾ? Oh yes, absolutely. See, internship എന്ന് പറയുന്നത് you are taking a particular project, അല്ലേ? സർ, 5 days ഒക്കെ എടുക്കുകയാണെങ്കിൽ റെലവെന്റ് ആണോ? Depending upon the project what you have taken. അത് സ്റ്റോക്ക് അനലൈസിംഗ് ആയിരുന്നു. അപ്പോ സ്റ്റോക്ക് അനലൈസിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ട്കം എന്തായിരുന്നു? വാട്ട് ഇസ് ദ ഔട്ട്കം? മീൻ ഐ എം സെയിങ് ഡിപെൻഡിംഗ് അപ്പോൺ ദ പ്രോജക്ട്. പറഞ്ഞ പ്രോജക്ടിന്റെ ടോപ്പിക് മാത്രമല്ല, വാട്ട് ഇസ് ദ റെലവൻസ് ഓഫ് ദ ടോപ്പിക്, വാട്ട് ഇസ് ദി ഔട്ട്കം ഡിഡ് യു ഫൈൻഡ് ഔട്ട്? അത് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ആയിരുന്നു. ഫുൾ ചെക്ക് ചെയ്തിട്ട് മിസ്സിംഗ് ഉള്ളത് ഞാൻ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോ അതില് അനാലിസിസ് ഉണ്ടാവും, ഡേറ്റ അനാലിസിസ് ഉണ്ടാവും. ഓക്കെ, അതിന്റെ ട്രെൻഡ്സ് ഉണ്ടാവും. ആ ട്രെൻഡ്സിൽ എന്ത് സംഭവിച്ചു? മീൻ ഒബ്വിയസ്ലി ദർ വിൽ ബി എ സ്കോപ്പ് ഫോർ ദ പ്രൊജക്ട്. അത് കൂടാതെ ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദ പ്രൊജക്ട്, ഹൗ ഡിഡ് ദാറ്റ് ഫൈനലി ഔട്ട്കം എന്തായിരുന്നു? അതൊക്കെ ആയിട്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാലോ, ഒബ്വിയസ്ലി. See, ഇപ്പൊ നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, if they have a portfolio a particular function related to this, അവർക്ക് ഇങ്ങനെയുള്ള പ്രൊജക്ട്സുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് താല്പര്യം. അപ്പൊ അതിന്റെ 5 days പ്രൊജക്ട് ആണോ അല്ലെങ്കിൽ 2 months പ്രൊജക്ട് ആണോ എന്നുള്ളതിന് വാലിഡിറ്റി ഡിസൈഡ് ചെയ്യേണ്ടത് ഓർഗനൈസേഷനാണ്. താങ്ക് യു സർ. See, in general, one thing എനിക്ക് നിങ്ങളോട് പറയാനുള്ള വെച്ചാൽ, ഇന്റേൺഷിപ്പ് വളരെ നിസ്സാരമായിട്ട് കാണരുത്. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് is equivalent to a corporate atmosphere-നെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു എന്താ പറയണ്ടേ, ഒരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൂടാതെ ഏതെങ്കിലും പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അതിന്റെ നിറ്റിഗ്രിറ്റീസിലേക്ക് പോകാനും അതിനെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. എത്രത്തോളം അതിനകത്ത് നിങ്ങൾക്ക് നീതി പുലർത്താൻ സാധിക്കുന്നുവോ, that much effort will be seen as valuable when you join organizations. മാനേജ്മെന്റ് നോക്കുന്ന ഒരു എന്താ പറയണ്ടേ, എസ്പെഷ്യലി യങ് ഫ്രഷേഴ്സിൽ നോക്കുന്ന ഒരു വൺ ഓഫ് ദ ബേസിക് സ്കിൽസ് ആണ് ബീങ് ഇൻക്വിസിറ്റീവ്നെസ്. അതായത് ആകാംക്ഷ, അല്ലെങ്കിൽ എന്താ പറയുന്നത് മലയാളത്തിൽ എനിക്ക് അതിന്റെ കറക്റ്റ് വേർഡ് അറിയത്തില്ല, ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയാം. പുതിയതിനെ കുറിച്ച് പഠിക്കാനും അറിയാനുമായിട്ടുള്ള ഒരു കഴിവ്, ബീങ് ഇൻക്വിസിറ്റീവ്. എന്താണിത് എന്ന് ചോദിക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതി, ഒരു താല്പര്യം, ബീങ് ഇൻക്വിസിറ്റീവ്. ആ ഇൻക്വിസിറ്റീവ്നെസ് ഒരിക്കലും കളയരുത്. കാരണം നമ്മള് ആസ് എ മാനേജ്മെന്റ് സ്റ്റുഡന്റ് നമുക്ക് എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ
mean, obviously organizations expect you to have some great knowledge. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഓർഗനൈസേഷൻ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, എങ്ങനെ ബിസിനസ് ഉണ്ടാക്കുന്നു, എങ്ങനെ അതിൻ്റെ അകത്ത് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു, അതിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. That's a basic requirement for any organization. Any organization is expecting from a fresh. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? ഏതെങ്കിലും പ്രൊജക്ട് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്തപ്പോഴോ that you would like to share? Last but not the least, one of the basic skill in a virtual meeting organization expect is to be cameras on. So, ഇത് ഇവിടെ ഞാൻ ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷേ any virtual meeting in organizations ഒരു ബേസിക് എക്സ്പെക്ടേഷൻ വരുന്നത് എവിടെയാണെങ്കിൽ പോലും, whether you are at home, whether you are in office, to keep the cameras on ആണ്. കാരണം അല്ലെങ്കിൽ വെർച്വൽ മീറ്റിംഗിന് എന്തിനാണ് നമുക്ക് ലാപ്ടോപ്പിലെ ക്യാമറ എന്തിനാണ്? That's what is the basic purpose. മൈക്കും സ്പീക്കറും മാത്രം പോലെ. So interaction with people obviously will be needed to have face to face. അതിൽ keeping the switching of cameras on will be a basic need. അല്ലെങ്കിൽ organization will specifically say not required എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ that's fine, but then there's a lot of expectation these days. പണ്ട് കാലത്തൊക്കെ നമ്മുടെ കോവിഡ് സമയത്തൊക്കെ കുറെ ഓർഗനൈസേഷൻസ് അതിനെ വലുതായിട്ട് പുഷ് ചെയ്തിരുന്നില്ല, കാരണം വീട്ടിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. Now that is changed. ക്യാമറ ഓണാക്കാനും ഫേസ് കാണാനും ഇതിനെല്ലാം എക്സ്പെക്ടേഷൻ ഇസ് there. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എല്ലാം പല സ്ക്രീനിൽ നമുക്ക് സെറ്റ് ചെയ്യാം. You don't need to be worried about that people are seeing what is there in your house, what is there in where you are. അതെല്ലാം ഇന്ന് എല്ലാ തരത്തിലുള്ള മറ്റേ ഓൺലൈൻ മീറ്റിംഗ്സിലും സെറ്റ് ചെയ്യാം. So there is no challenge with that. But then one of the expectation is to have face-to-face interaction. Okay, any more questions? If there are no further questions or doubts, we can conclude the session, sir. Okay, so thank you all for joining for this session, and I hope നിങ്ങൾക്ക് valuable ആയിരുന്നു തോന്നുന്നു. Truly appreciate for those who have come in to understand more about the expectations from organizations for freshers like you. Wishing you all the best and have a wonderful period ahead. Thank you very much. Thank you very much. Thank you, sir. Thank you so much for that Thank you, sir. enlightening and informative session. On behalf of KDISC and all participants, we extend our sincere thanks to Mr. Johnson Paul to be with us and sharing such valuable insights. And thank you all participants joining us too. Thank you, sir. Thank you.